ഹായ് ഗായ്സ്, വെൽക്കം ടു CS നോട്ട്സ്. ഞാൻ അഫ്സൽ. PHPയുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ HTML5 കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. HTML5 ഫീച്ചേഴ്സും അതുപോലെ തന്നെ പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ടാഗുകളെ കുറിച്ചും നമ്മൾ പറഞ്ഞിരുന്നു. സോ ഈ വീഡിയോയിൽ നമ്മൾ ഓരോ കാറ്റഗറി വൈസ് ടാഗുകൾ അതിന്റെ ഇംപ്ലിമെന്റേഷനും അതിന്റെ ഡെമോൺസ്ട്രേഷനുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ കഴിഞ്ഞ വീഡിയോ കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ മേ ബി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. സോ എല്ലാവർക്കും CS നോട്ട്സിന്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. HTML5 പുതുതായി ഇംപ്ലിമെന്റ് ചെയ്തതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടാഗുകൾ മാത്രമേ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിന് പുറമെ വേറെയും കുറെ ടാഗുകൾ ഉണ്ട്. സോ ഈ ക്ലാസിഫിക്കേഷൻ ആണ് സ്ട്രക്ചറൽ ടാഗുകൾ. നമ്മൾ ആ ഒരു പേജിന്റെ സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗുകൾ: ആർട്ടിക്കിൾ, സെക്ഷൻ, അസൈഡ്, ഡീറ്റെയിൽസ്, സമ്മറി, ഹെഡർ, ഫൂട്ടർ, നാവ്. അതുപോലെ തന്നെ ഫോമുമായിട്ട് ബന്ധപ്പെട്ട് പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ടാഗുകളാണ് ഡാറ്റ ലിസ്റ്റ്, കീജൻ, മീറ്റർ. ഫോർമാറ്റിംഗ് ടാഗുകൾ മാർക്ക്, ഔട്ട്പുട്ട്, പ്രോഗ്രസ്. എംബഡ് ടാഗുകളായിട്ടുള്ള ഓഡിയോ, വീഡിയോ, ക്യാൻവാസ്, എംബഡ്, ഫിഗർ ക്യാപ്ഷൻ, ഫിഗ് ക്യാപ്ഷന്, സോഴ്സ്, ടൈം. സോ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതാ സ്ട്രക്ചറൽ ടാഗുകളുള്ള ഈ ഒരു ടാഗുകൾ എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ ആണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോ എങ്ങനെയാണ് ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ എന്നൊന്ന് നമുക്ക് നോക്കാം. HTML5 റൺ ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് ടൂളുകളാണ്. ഒന്ന് ഒരു വെബ് ബ്രൗസർ, മോഡേൺ വെബ് ബ്രൗസർ, HTML5 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെബ് ബ്രൗസറും അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റ് എഡിറ്ററും. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ Notepad++ ആണ്. Notepad++ൽ HTML5 ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് ടാഗുകൾ മാത്രം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം HTML5 ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ഏറ്റവും ഫസ്റ്റ് കൊടുക്കുന്ന ടാഗാണ് ഡോക് ടൈപ്പ് HTML എന്ന് കൊടുത്തിട്ടുണ്ട്. then അതിന് താഴെയായിട്ട് HTML ഹെഡിൽ ഞാൻ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. HTML5 ഡെമോ എന്ന് പറഞ്ഞ് ആ വെബ് പേജിന് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഹെഡ് ക്ലോസ് ചെയ്തു, then ബോഡി ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി ബോഡിയിലാണ് നമുക്ക് കണ്ടന്റ് എഴുതാനുള്ളത്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പേജിന് ഹെഡർ സെറ്റ് ചെയ്യുക, ഫൂട്ടർ സെറ്റ് ചെയ്യുക, അതേപോലെ ഹെഡറിന്റെയും ഫൂട്ടറിന്റെയും ഇടയിലുള്ള സ്പേസിൽ നമ്മൾ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സെക്ഷൻസിൽ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുക. അതുപോലെ തന്നെ അസൈഡ് എന്ന് പറഞ്ഞ ഒരു ടാഗ് വെച്ചിട്ട് നമ്മൾ സൈഡ് വിൻഡോ, അതുപോലെ നാവിഗേഷൻ ലിങ്ക്, മെനു, ഇതൊക്കെ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ബോഡിയിൽ ഹെഡർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഹെഡർ എന്ന് പറഞ്ഞ ടാഗ് വെച്ചിട്ടാണ് ഹെഡർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഹെഡറിന്റെ ഉള്ളിലായിട്ട് ഹെഡറിന്റെ കണ്ടന്റ് H3, ഹെഡിങ് 3ൽ HTML5 ഡെമോൺസ്ട്രേഷൻ വീഡിയോ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് താഴെ H4ൽ പോസ്റ്റഡ് ബൈ അഫ്സൽ CP എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാനിത് സേവ് ചെയ്തിട്ടുണ്ട്. സേവ് ചെയ്ത ഫയൽ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ല, HTML5 ഡെമോൺസ്ട്രേഷൻ വീഡിയോ. ഇനി നമുക്കിത് ഹെഡർ ആയിട്ട് തോന്നുന്നില്ല, കാരണം എന്താ വെച്ചാൽ നമുക്കതിൽ സ്റ്റൈലൊന്നും നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. സോ നമുക്ക് കുറച്ച് സ്റ്റൈലും കൂടെ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത് നോക്കാം. നോക്കൂ, ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഹെഡ് എന്ന് പറയുന്ന സെക്ഷനിൽ ടൈറ്റിലിന്റെ താഴെയായിട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞ ടാഗ് വെച്ചിട്ട് ഞാൻ സ്റ്റൈൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഹെഡറിന് വേണ്ടിയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മളെ ബോഡിയിൽ ഒറ്റ കണ്ടന്റ് മാത്രമേ ഉള്ളൂ ഹെഡർ. നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഹെഡറിന് വേണ്ടിയിട്ട് ഞാനിവിടെ CSSൽ ഡിഫൈൻ ചെയ്തത് അതിന്റെ കളർ, ടെക്സ്റ്റിന്റെ കളറും അതേപോലെ ബാക്ക്ഗ്രൗണ്ടിന്റെ കളറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്കിതൊന്ന് സേവ് ചെയ്തതിനു ശേഷം വീണ്ടും ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ ഔട്ട്പുട്ട് ബാക്ക്ഗ്രൗണ്ട് കളറും അതുപോലെ തന്നെ ഫോണ്ട് കളറൊക്കെ സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ താഴെയായിട്ട് ഒരു നാവിഗേഷൻ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു മെനു ബാർ. സോ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ വെബ് പേജിൽ മെനു ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഹെഡറിന്റെ താഴെയായിട്ട് ഹെഡർ ക്ലോസ് ചെയ്തതിനു ശേഷം നാവ് എന്ന് പറയുന്നൊരു ടാഗ്, നാവിഗേഷൻ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് നാവിഗേഷൻ. സോ നാവ് എന്ന് പറയുന്ന ഒരു ടാഗ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിലായിട്ട് എ ടാഗ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. href home.html ഹോം. നോക്കൂ, ഹോം, എബൌട്ട്, ഗാലറി, ഡിപ്പാർട്ട്മെന്റ്സ്, ഡൗൺലോഡ്സ്, കോണ്ടാക്ട്സ്, ഇത്രയാണ് നമ്മളെ മെനുവിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാന്ന് നോക്കാം. നമ്മൾ ഇതിന് പ്രത്യേകം സ്റ്റൈലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു നാവിഗേഷൻ ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇതില് മെനു ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ഇതില് നമുക്ക് കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആക്കാനുണ്ട്.
സോ അതിന് വേണ്ടിയിട്ട് ഞാൻ CSS അപ്ലൈ ചെയ്യാണ് നമ്മുടെ HTML ഡോക്യുമെന്റിൽ. ബോഡിയിൽ ഹെഡറും അതുപോലെ തന്നെ നാവിഗേഷൻ ലിങ്കുകളും മാത്രമേ ഉള്ളൂ. ഇനി സ്റ്റൈൽ ഷീറ്റിൽ ഞാൻ ഹെഡറിന് പുറമെ A എന്ന് പറയുന്ന ടാഗിനും അതുപോലെ nav എന്ന് പറയുന്ന നാവിഗേഷൻ ടാഗിനും കുറച്ച് സ്റ്റൈൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. A എന്ന് പറയുന്ന ടാഗിൽ ടെക്സ്റ്റ് ഡെക്കറേഷൻ നമുക്കറിയാം അണ്ടർലൈൻ വന്നിട്ടുണ്ട്. ആ അണ്ടർലൈൻ പോകാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ അതിന്റെ കളർ സെറ്റ് ചെയ്തു, അതിന്റെ ഫോണ്ട് സൈസ് സെറ്റ് ചെയ്തു. അതേപോലെ നാവിഗേഷൻ ലിങ്കിൽ വരുന്ന ടെക്സ്റ്റുകളൊക്കെ നമ്മൾ സെന്റർ ആയിട്ട് അലൈൻ ചെയ്തു. ഇനി ഇതൊന്ന് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് നോക്കാം. നോക്കൂ ഇതിലുള്ള മാറ്റം കുറച്ചും കൂടെ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് കിട്ടി നമ്മുടെ മെനു. അപ്പൊ മെനു ഓക്കെ ആയി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഏരിയ, മെനുവിന്റെ താഴെയുള്ള മെയിൻ ഏരിയ, അതിനെ നമ്മൾ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഒറ്റ സെക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ആ സെക്ഷന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, ആർട്ടിക്കിൾസും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുക. സോ അതെങ്ങനെയാണ് ആർട്ടിക്കിൾസും ഡീറ്റെയിൽസ് ഒക്കെ സെക്ഷന്റെ ഉള്ളിൽ ആഡ് ചെയ്യുന്നത് നോക്കാം. നാവിഗേഷൻ ലിങ്കിന് താഴെയായിട്ട് ഞാൻ സെക്ഷൻ എന്ന് പറഞ്ഞ പുതിയൊരു ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിലായിട്ട് നോക്കൂ, സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും. സെക്ഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിലായിട്ട് 1, 2, 3 ആർട്ടിക്കിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ആർട്ടിക്കിളിന്റെ ഉള്ളിൽ ഉള്ളത് ഒരു ഹെഡിങ് ഉണ്ട്. H3 വെച്ചിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡെഫിനിഷനും കൊടുത്തിട്ടുണ്ട്. പാരഗ്രാഫ് P ടാഗ് വെച്ചിട്ട് അതിന്റെ ഡെഫിനിഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓരോ ആർട്ടിക്കിളും അതിന്റെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇതൊന്ന് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഡോക്യുമെന്റിൽ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വെബ് ഡോക്യുമെന്റിൽ കുറച്ചും കൂടെ സ്റ്റൈൽ അപ്ലൈ ചെയ്യാനുണ്ട് നമുക്ക്. സോ അതുകൊണ്ട് CSSന്റെ കോഡും കൂടെ കുറച്ചൊന്ന് എഴുതി നോക്കാം നമുക്ക്. ഓക്കെ, ഞാനിവിടെ CSSും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. CSSൽ നമ്മൾ nav വരെ ചെയ്തിരുന്നു. അതിൽ താഴെയായിട്ട് സെക്ഷന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലോട്ട് ലെഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ വിഡ്ത്ത് 70% കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. നവിന്റെ വിഡ്ത്ത് ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഒരു ഫുൾ പേജ് വിഡ്ത്തായിരുന്നു, നമ്മളത് ഈ ഒരു പേജിന്റെ 70% ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാർജിന് ബോർഡർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാനിത് റിമൂവ് ചെയ്യാണ്, നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. അതിന്റെ യൂസ് എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ കണ്ടതാണ്, സെക്ഷൻ എന്ന് പറയുന്ന ടാഗിൽ നമ്മൾ 3 ആർട്ടിക്കിൾ ആയിരുന്നു ചെയ്തിരുന്നത്. ഓക്കെ, മൂന്നാമത്തെ ആർട്ടിക്കിളിന്റെ താഴെയായിട്ട് ഞാൻ വേറൊരു ടാഗ്, പുതിയൊരു ടാഗ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടാഗിൽ സമ്മറി എന്ന് പറയുന്ന ഒരു സബ് ടാഗ്, അതിലൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് പാരഗ്രാഫ് ടാഗിൽ അതിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നത് നോക്കാം. കണ്ടില്ല, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അതിന്റെ മോർ ഡീറ്റെയിൽസ് വരുന്നത്. സോ ഡീറ്റെയിൽസ് ടാഗിന്റെ യൂസ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇതിന്റെ സൈഡിലൊരു സൈഡ് വിൻഡോ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ സൈഡ് വിൻഡോ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അസൈഡ് എന്ന് പറയുന്ന ടാഗ് ആണ് HTML യൂസ് ചെയ്യുന്നത്. സോ അതിന്റെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, സെക്ഷന്റെ താഴെയായിട്ട് സെക്ഷൻ ക്ലോസ് ചെയ്തതിനു ശേഷം ഞാൻ അസൈഡ് എന്ന് പറഞ്ഞ പുതിയൊരു ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അസൈഡ് പെയർ ടാഗ് ആണ്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിലായിട്ട് H3, അതിലൊരു ഹെഡിങ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. ദെൻ UL, നമുക്ക് അറിയാം ലിസ്റ്റ് ആണ്, അൺഓർഡേർഡ് ലിസ്റ്റ്. അതിൽ LIയിൽ PHP, അതേപോലെ ASP.NET, JSP, ഒരു ലിസ്റ്റ്, 3 കണ്ടന്റ് ഉള്ള ഒരു ലിസ്റ്റ്. ഓക്കെ, ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഇവിടെ റൈറ്റ് സൈഡിൽ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് PHP, ASP.NET, JSP എന്നൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്നും കൂടെ അറേഞ്ച് ചെയ്യണം, അതല്ലെങ്കിൽ കുറച്ചും കൂടെ റൈറ്റിലേക്ക് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, CSSൽ കുറച്ച് കോഡ് എഴുതണം. ഓക്കെ, ഞാൻ ഈ അസൈഡ് എന്ന് പറയുന്ന ഈ ഒരു ടാഗിന് വേണ്ടിയിട്ട് CSS കോഡ് എഴുതിയിട്ടുണ്ട്. ഇവിടെ അസൈഡ്, അതിൽ വിഡ്ത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ലെഫ്റ്റ് പാഡിംഗ് ഉണ്ട്, ലെഫ്റ്റ് മാർജിൻ ഉണ്ട്, ഫ്ലോട്ട് റൈറ്റ് കൊടുത്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളറും കൊടുത്തിട്ടുണ്ട്. ഒന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ചും കൂടെ ഒരു വൃത്തിയിൽ നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് എന്തിട്ടുണ്ട്, വിൻഡോ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അസൈഡിന്റെ താഴെയായിട്ട് ഫൂട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു സെക്ഷൻ ഓപ്പൺ ചെയ്തു. സെക്ഷനിൽ നമ്മൾ ID കൂടെ കൊടുക്കുന്നുണ്ട്. അത് IDന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാം. സെക്ഷൻ ID = ന്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്.
ദെൻ ആ സെക്ഷന്റെ ഉള്ളിലായിട്ട് ഫൂട്ടർ എന്ന് പറയുന്ന ടാഗ് വെച്ചിട്ട് നമ്മൾ ഫൂട്ടർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫൂട്ടറിൽ നമ്മൾ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെഡിങ് ടാഗ് H4 യൂസ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റഡ് ഓൺ 21st June 2020. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് notes.cs6@gmail.com എന്ന് ജസ്റ്റ് ഒരു ഫൂട്ടർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സേവ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്താണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് നോക്കാം. താഴെ വന്നിട്ടുണ്ട് പോസ്റ്റഡ് ഓൺ 21st, പക്ഷെ അതൊരു ഫൂട്ടർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സോ നമുക്ക് അതിന് കുറച്ച് സ്റ്റൈൽ അപ്ലൈ ചെയ്യണം. ഇവിടെ CSS നമുക്കറിയാം ഹെഡർ നമ്മൾ കൊടുത്തിട്ടില്ലേ, അതേ ഡിസൈൻ നമുക്ക് ഫൂട്ടറിനും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കോമട്ട് ഫൂട്ടറിനും കൂടെ എഴുതി കൊടുത്താൽ മതി. റൈറ്റ്. അതുപോലെ തന്നെ നമ്മളൊരു ന്യൂ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ ന്യൂ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റൈല് ഡിഫൈൻ ചെയ്യാണ്. ന്യൂവിൽ നമ്മൾ കൊടുക്കുകയാണ് ഇവിടുത്തെ ഇവിടുത്തെ 100% കൊടുത്തു. റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പേജിൽ ഫൂട്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ന്യൂ എന്ന് കൊടുക്കാൻ കാരണം നമുക്കറിയാം 2 സെക്ഷൻ ഉണ്ട് നമ്മുടെ പേജിൽ. റൈറ്റ്. നമ്മുടെ പേജിൽ ഒരു സെക്ഷനിൽ കുറെ ആർട്ടിക്കിൾസും ഡീറ്റെയിൽസും ഉണ്ട്. രണ്ടാമത്തെ സെക്ഷനിലാണ് എന്തുള്ളത്, ഫൂട്ടർ ഉള്ളത്. സോ ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന് നമ്മൾ 70% മാത്രമേ എടുത്ത് കൊടുത്തിട്ടുള്ളൂ. സോ അത് ഇതിനെ എഫക്ട് ചെയ്യാൻ പാടില്ല, ഫൂട്ടറിനെ എഫക്ട് ചെയ്യാൻ പാടില്ല. ഫൂട്ടർ നമുക്ക് എന്ത് ചെയ്യണം, ഫുള്ളായിട്ട് കിട്ടണം. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു ID ഡിഫൈൻ ചെയ്തിട്ട് ആ ID ഉള്ള സെക്ഷന് മാത്രമായിട്ട് നമ്മൾ വിടുത്ത് സെറ്റ് ചെയ്തത്. ഓക്കെ, സോ ഇതാണ് ഒരു ബേസിക് ആയുള്ള HTML5 സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഹെഡർ, ഫൂട്ടർ, അതേപോലെ തന്നെ സെക്ഷനിലൊക്കെ ആർട്ടിക്കിൾസ്, ഡീറ്റെയിൽസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്, അതുപോലെ നാവിഗേഷൻ ലിങ്ക് സെറ്റ് ചെയ്യുന്നത്, സൈഡ് വിൻഡോ സെറ്റ് ചെയ്യുന്നത്. സ്ട്രക്ചറൽ ടാഗുകളുടെ ബേസിക് കോൺസെപ്റ്റും അതുപോലെ തന്നെ അതിലെ ഓരോ ടാഗുകളുടെയും പർപ്പസും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന വിശ്വാസത്തോടെ ഈ ഒരു വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.